ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ബേബിയും ഞാനും ആശിഷും കൂടെ ഒരു സ്ഥലം വരെ പോകാൻ പോവാണ്. ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ബേബിയുടെ മുടിയൊക്കെ വളർന്നിട്ടില്ലേ? നോക്കി ബേബി, നമുക്ക് മുടി വെട്ടാൻ പോവാം. അപ്പം ഞങ്ങൾ ബേബീനെ ഗ്രൂം ചെയ്യിക്കാൻ പോവാണ്. നമ്മൾ പോകുന്നത് വൈറ്റിലല്ല, പൊന്നുരുന്തിയിൽ ഡോക്ടർ സൂവിലാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ പോയി മുടിയൊക്കെ വെട്ടി നിങ്ങൾ ചുഞ്ചിരിയായിട്ട് വരാട്ടോ. ഞാൻ പോണ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ബേബി അടുത്തുണ്ട്. ആശിഷ് ഇവിടെ വണ്ടി ഓടിക്കണു. നോക്കിക്കേ, നമ്മൾ എവിടെ പോണീണ്? വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോടിക്കളഞ്ഞു ഗൈസ്. കാരണം ബേബിക്ക് മനസ്സിലായി എന്നെ എവിടെയോ കൊണ്ടുപോകാൻ പോവാണെന്നുള്ളത്. അപ്പൊ ബേബിയുടെ പുറകെ ഓടി ഞാനാകെ വേർത്ത് കുളിച്ചു. ബേബി ഇങ്ങനെ ഇരിക്കണ്ട ഇവിടെ, എന്നെ എവിടെ കൊണ്ടുപോടി എന്ന് ചോദിച്ചോണ്ട് ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെയും കിടന്നു. ഇത് ഇറങ്ങിയപ്പോൾ കുറച്ച് ചക്ക വറുത്തത് പോക്കറ്റിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുവാണ്. ബേബിക്ക് വേണോ? ബേബിക്ക് ചക്ക വറുത്ത വേണോ? ബേബിക്ക് വേണ്ട. ചക്ക വറുത്തത് ആശിഷിൻ്റെ ഫ്രണ്ട് കുക്കു കൊണ്ടുവന്നതാണ് കേട്ടോ. കുക്കുവിൻ്റെ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ചക്ക വറുത്തതാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സിഗ്നലാണ് ഗായ്സ്. എവിടെ പോയാലും നമ്മുടെ ഈ എറണാകുളത്ത് ഒരു 100 സിഗ്നൽ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ദേ സിഗ്നലിൽ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മള് ഡോക്ടർ സൂ എത്തി. അമ്മ വന്നിട്ടുണ്ട്. ചക്ക വറുത്ത് എടുത്തോട്ടോ. കിട്ടിയില്ല. പടി 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 പടി. കിട്ടി. ഇവിടെ നോക്കി ടാറ്റ. ബേബിക്കാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം കേട്ടോ. അപ്പോൾ ഇത് ആശിഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എന്താ ഓർമ്മ വന്നതെന്നോ, പണ്ടൊക്കെ നമ്മളെ സ്കൂളിലാക്കി കഴിയുമ്പോൾ പപ്പയും അമ്മയൊക്കെ പോകാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ പോവില്ലേ, വാ പോവാമെന്നും പറഞ്ഞിട്ട്. അതുപോലെയായിരുന്നു ബേബിയുടെ കാര്യവും. ബേബി നമ്മളെ ഡോറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് ഓടി വരും. എങ്ങനെയെങ്കിലും ബേബിക്ക് അവിടെ നിന്ന് പുറത്ത് കിടന്നാൽ മതി എന്നായിരുന്നു. ആശിഷിന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് എന്നെയും ബേബിനെയും ഇവിടെ ആക്കി. പക്ഷെ ആശിഷ് ഡോറ് തുറക്കുമ്പോൾ ബേബി ഓടും. അങ്ങനെയായിരുന്നു. ഇത് നിങ്ങൾക്കിവിടെ കാണാം. ഡോർ തുറക്കാനായിട്ട് സമ്മതിക്കേണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, കുട്ടികളെ നമ്മൾ എങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ആക്കുന്നു, സെയിം സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഇവിടെ. ബേബിക്കറിയാം എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ചാടി പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര പരിശ്രമത്തിലായിരുന്നു ബേബി. അപ്പോൾ ആളെ കുറച്ച് നേരം കൂളാക്കിയിട്ടാണ് പിന്നെ ആശിഷ് പോയത്. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ബേബി എൻ്റെ പുറകെ ഓടി ഇങ്ങനെ ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല.
ബേബീനെ നമ്മൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗ്രൂം ചെയ്യിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ ചെറിയൊരു ഷിവറിങ്ങൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും ആൾക്ക്. കാരണം ബേബിയുടെ ഒരു കംഫർട്ട് സോണിന് നമ്മുടെ വീടും ആ ഒരു പരിസരമൊക്കെ, അവിടെ നിന്നും ആളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ചെറിയൊരു ആ ഒരു സ്ഥലം മാറിയതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ കൂടുതലായിട്ടും ഗ്രൂം ചെയ്യിക്കാനായിട്ട് ഒത്തിരി കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോഴേ കൊണ്ടുപോകാറുള്ളൂ. ആ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഫേസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറേ വട്ടം നോക്കിയായിരുന്നു, പക്ഷേ ആളിരുന്ന് തന്നില്ല. അപ്പോൾ കണ്ണിൻ്റെയൊക്കെ അവിടെ ഒരുപാട് വളർന്നതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും പിന്നെ ആലോചിച്ചില്ല. ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങുമ്പോൾ, എന്നാലും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഒരുപാട് ഹെയർ അവരുടെ കണ്ണിൻ്റെ അവിടെ വളർന്നു കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല. അപ്പോൾ നമ്മൾ ഗ്രൂം ചെയ്യിക്കാനായിട്ട് കൊണ്ടുവന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമിൽ വേറെ കുറേ ആളുകളും അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേബി ആണെങ്കിൽ മാറി ഒരു സ്ഥലത്തിരിക്കുമായിരുന്നു, അവരെയൊക്കെ നോക്കി. നിങ്ങൾക്ക് കാണാം. Kindly keep sitting on the sofa while your pets enjoy on the floor doing some yoga. നേരെ അങ്ങ് പറഞ്ഞാൽ നമ്മുടെ പെറ്റ്സിനെ ഒന്നും സോഫയിൽ കയറ്റി ഇരുത്താൻ പാടില്ലാതെ അർത്ഥം. ഞാനെപ്പോഴും ഈ ഒരു കോട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ വായിച്ചു നോക്കട്ടോ. അങ്ങനെ ആശിഷ് പുറത്തേക്ക് പോയി. ഞാനും ബേബിയും എവിടെ ഇരിക്കുവാണ്. ബേബി ഞാൻ എൻ്റെ മടിയിൽ ഇരുത്തേക്കുവാണ് കേട്ടോ. ആള് ഓക്കെ ആയി. അങ്ങനെ ബേബീനെ അവർ ഗ്രൂം ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോയി. ഞാൻ ബേബിയുടെ കൂടെ ഒരു 1 hour ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ മാസ്ക് എടുക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരം ഞാൻ അവിടെ ഗ്രൂമിങ്ങിൻ്റെ ആ റൂമിൽ നിന്നുള്ളൂ. ഒരു 1 o'clock ആ ഒരു ടൈം ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ അടുത്തുള്ള ഒരു കേക്ക് ഷോപ്പിൽ കയറിയിട്ട് അവിടെ ജ്യൂസും ഉണ്ട്. ഞാൻ അവിടെ കയറിയിട്ട് ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു. പിന്നെ ഞാൻ ബേബീനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞാൻ ആശിഷിനെ ആ സമയത്ത് വിളിച്ചു. അപ്പോൾ ആശിഷ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആശിഷ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി ഫുഡ് കഴിച്ചു. കാരണം നല്ല വിശന്നിരിക്കുമായിരുന്നു. ഒരു 1 hour കൂടി ബേബിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ വിളിച്ചു. ബേബി ഇത്രയും നേരം നമ്മളെ കാണാതിരിക്കുന്നുണ്ട്. നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉമ്മ തരലും മൂടി നടക്കലും ഒക്കെ ആയിരുന്നു ആൾക്ക്. കണ്ടോ, ബേബിയുടെ മുടിയൊക്കെ വെട്ടി സൂപ്പറായിട്ടുണ്ട്. കൂട്ടുകാരെ, ഇതാ ബേബിയുടെ മുടി വെട്ടി കഴിഞ്ഞു, ഗ്രൂമിങ് കഴിഞ്ഞു, ബേബി സുന്ദരിയായി. ബാക്കി ആശയ പറയും. അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബേബിന്റെ മടിയിലുണ്ട്. ഈ ഒരു പോർഷനിൽ ഞാൻ ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടാണ്, കാരണം പാട്ടുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. കോപ്പിറൈറ്റ് എങ്ങാനും കിട്ടിയാലോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബേബീനെ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരുത്തി, കാരണം പുറത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ബേബി രാവിലെ ഫുഡ് കഴിച്ചതാണ്, പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ആള് നല്ല രീതിയിൽ ടയേർഡായിരുന്നു. പിന്നെ നമുക്ക് അധികം നേരമൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാവേ. അങ്ങനെ നമ്മൾ 4:30 ആയപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ